Good morning. So, we are going to discuss about principal stresses. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്തുവാണ്. So, we are just discussed about the basic things regarding principal stresses. Principal stress എന്ന് വെച്ചാൽ for a bidirectional loading case, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള പോലത്തെ ഒരു bidirectional loading case. സോ അങ്ങനെ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ on this particular case ഏതോ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ തീറ്റ ആ പ്ലെയിനിൽ ആക്ട് ആകുന്ന സ്ട്രെസ് എന്ന് നോക്കിയാൽ അവിടെ നോർമൽ സ്ട്രെസ് മാത്രമേ കാണുകയുള്ളൂ. ആ പ്ലെയിനിലുള്ള ഷിയർ സ്ട്രെസ് വിൽ ബി 0. സോ അങ്ങനത്തെ പ്ലെയിൻസിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദ പ്ലെയിൻസ് ഓൺ വിച്ച് ഒൺലി നോർമൽ സ്ട്രെസ് എക്സിസ്റ്റ്. സോ അങ്ങനത്തെ പ്ലെയിൻസിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ആക്ട് ആകുന്ന ആ നോർമൽ സ്ട്രെസ്സിനാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുക. സോ ദർ മേ ബി മോർ ദാൻ വൺ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ വിൽ ഹാവ് എ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, വിൽ ഹാവ് എ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അഗെയിൻ വി ഹാവ് എ മീഡിയൻ വാല്യൂ വിൽ ഓൾസോ ബി ദർ. സോ അതെങ്ങനെയാണ് അത് നമ്മൾ കണ്ടുപിടിക്കുക? ഒരു ബൈ ഡയറക്ഷണൽ കേസാണ് ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത്. ഇതിനെ വി ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ടുവേർഡ്സ് ദ ഇസഡ് ഡയറക്ഷൻ ഓൾസോ. അങ്ങനെ ഇസഡ് ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെസ്സസ്? അപ്പോൾ നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ബോഡി വിൽ ബി 3 ഡയമെൻഷണൽ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളതേ ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ബേസ്ഡ് ഓൺ സ്ട്രെസ്സസ് ഇൻ ആൻ ആർബിട്രറി പ്ലെയിൻ. നമ്മൾ നേരത്തെ കോഷീസ് ഫോർമുല കണ്ടതാണ്. ആ കോഷീസ് ഇക്വേഷൻ ഡിറൈവ്ഡ് ബേസ്ഡ് ഓൺ ദ സ്ട്രെസ്സസ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിൻ. സോ അതേപോലെ നമ്മളിപ്പോൾ അതേ കോഷീസ് ഫോമിൽ ഇവിടെ എടുക്കുകയാണ്. ഇവിടെ ടി എക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഓർമ്മ കാണും. കോഷീസ് ഇക്വേഷനിൽ നമ്മൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. ടി എക്സ് ഇസ് ദ കോമ്പണൻറ്റ് ഓഫ് ദ എക്സ് കോമ്പണൻറ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ്. ടി എൻ എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ് നമ്മൾ കണ്ടതാണ്. റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഒരു ടെട്രാഹെഡ്രോൺ നമ്മളവിടെ എടുത്തു. അവിടെ നോർമൽ സർഫസിൻ്റെ നോർമലിലോട്ട് ആക്ട് ആകുന്ന സ്ട്രെസ്, ആ പെർട്ടിക്കുലർ പെർട്ടിക്കുലർ കോമ്പണൻറ്റ് ആ പ്ലെയിനിൽ നമ്മൾ ഒരുപാട് ഡയറക്ഷനിലോട്ട് നമുക്ക് ആ സ്ട്രെസ്സിനെ റിസോൾവ് ചെയ്യാം. ആ സർഫസിൻ്റെ നോർമലിൽ ആക്ട് ആകുന്ന ആ നോർമലിൻ്റെ അതേ ഡയറക്ഷനിൽ ആക്ട് ആകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുക. ആ നോർമലിനെ 3 ഡയറക്ഷനായിട്ട് നമ്മൾ നേരത്തെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. എൻ എക്സ്, എൻ വൈ, എൻ ഇസഡ്. അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. So Cauchy's formula is actually dealing with the resultant stress along x direction, resultant along y and z direction. So അത് തന്നെ ഈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കോമ്പോണൻറ്റ് സ്ട്രെസ്, ടോ വൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിൻ ഷിയർ, ഇസഡ് എക്സ് എന്ന് പറയുമ്പോൾ ഇസഡ് എക്സ് പ്ലെയിനിൻ്റെ ഷിയർ. നമ്മളൊക്കെ അതേപോലെ തന്നെ സിമിലർലി വി ക്യാൻ ഫോമുലേറ്റ് ടി വൈ എൻ, ടി ഇസഡ് എൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. സോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ദർ വിൽ നോട്ട് ബി എനി ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അത് നമ്മൾ ഷിയർ സ്ട്രെസ് 0 എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്ട്രെസ്സസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക? ഇവിടുത്തെ ഈ ഷിയർ സ്ട്രെസ് ടേം അങ്ങ് 0 ആവും. സോ ഈ ഷിയർ സ്ട്രെസ് ടേം വിൽ ഗെറ്റ് 0, ഇതും 0. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഷിയർ സ്ട്രെസ് 0, ദിസ് വിൽ ബി 0 ആൻഡ് ദിസ് വിൽ ബി 0 ആൻഡ് ദിസ് വിൽ ബി 0. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വി ക്യാൻ സിംപ്ലിഫൈ ദിസ് ഇക്വേഷൻ. അപ്പോൾ ടി എക്സിൻ്റെ വാല്യൂ, ടി എക്സ് എൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, എൻ എക്സ് സിഗ്മ എക്സ് എക്സ്. സോ അതെല്ലാം ആ സ്ട്രെസ്സിനെ എല്ലാം എൻ വൈ സിഗ്മ വൈ വൈ, അതേപോലെ എൻ വൈ സിഗ്മ ഇവിടെ ടി വൈ ഇസഡ് ആണ് കട്ടാവുന്നത്. അപ്പോൾ എൻ ഇസഡ് സിഗ്മ ഇസഡ് ഇസഡ്. അപ്പോൾ ഇങ്ങനെ 3 നോർമൽ സ്ട്രെസ്സസ് മാത്രമേ കാണൂ. സോ ദേ ആർ നോർമൽ സ്ട്രെസ് എന്നുള്ളതുകൊണ്ട് വി ക്യാൻ നെയിം ഇറ്റ് ആസ് സിഗ്മ എൻ. സോ ഇതൊരു ഡെറിവേഷൻ പോലെ നിങ്ങൾ കണ്ടാൽ മതി. സോ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ടി എക്സ് എൻ എന്ന് പറയുമ്പോൾ എൻ എക്സ് സിഗ്മ, ടി വൈ എൻ എന്ന് പറയുമ്പോൾ എൻ വൈ സിഗ്മ, ടി ഇസഡ് എൻ എന്ന് പറയുമ്പോൾ എൻ ഇസഡ് സിഗ്മ. സോ അടുത്ത് നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. സോ നമുക്കിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ടി എക്സിൻ്റെ വാല്യൂ നമുക്കങ്ങ് കിട്ടി, ടി എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതെടുത്ത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി എക്സ് ഈക്വൾ ടു എൻ എക്സ് സിഗ്മ, ടി വൈ എന്ന് പറയുമ്പോൾ എൻ വൈ സിഗ്മ, ടി ഇസഡ് എന്ന് പറയുമ്പോൾ എൻ ഇസഡ് സിഗ്മ. സോ ജസ്റ്റ് ഒരു ജനറൽ ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. സോ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫോമിൽ കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ മാട്രിക്സ് ഫോം.
മാട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇത് ആക്ച്വലി കോഎഫിഷ്യൻറ്റ് മാട്രിക്സും ഇത് നമ്മുടെ കോളം മാട്രിക്സുമാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0 എന്നൊരു റിലേഷൻ കിട്ടി. സോ നമുക്ക് ഇതിനെ ഐഗൺ വെക്ടർ എന്ന് വിളിക്കാം. ദിസ് ഇസ് ആക്ച്വലി ദ കോളം മാട്രിക്സ് ഓർ ഐഗൺ വെക്ടർ ടു ദിസ് പെർട്ടിക്കുലർ കോഎഫിഷ്യൻറ്റ് മാട്രിക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് നമ്മൾ വിളിക്കാം. സോ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഐഗൺ വെക്ടർ. സോ ഇവിടെയുള്ള ഒരു സ്കേലാർ വാല്യൂ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഐഗൺ വാല്യൂന് ഒരു സ്കേലാർ പാരാമീറ്റർ. ഇവിടെ എന്തെന്ന് വെച്ചാൽ സിഗ്മ ഇസ് എ കോൺസ്റ്റൻറ്റ് തിങ് ഹിയർ. സോ ബാക്കിയൊക്കെ വേരിയബിളാണ് ഇവിടെ. സോ ദാറ്റ് കുഡ് ബി ദ ഐഗൺ വാല്യൂ. സിഗ്മ എന്ന് പറയുന്ന ഐഗൺ വാല്യൂ ഈ വെക്ടർ ഐഗൺ വെക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സിഗ്മ ഇസ് ആക്ച്വലി വാട്ട്? ഇറ്റ്സ് എ നോർമൽ സ്ട്രെസ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ. സോ നോർമൽ സ്ട്രെസ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. ദാറ്റ് ഇസ് ആക്ച്വലി ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. അഗൈൻ വൺ മോർ തിങ്, നമ്മുടെ ഇവിടെ ഈ മാട്രിക്സിൻ്റെ പ്രോഡക്റ്റ് നോക്കിയാൽ 0 ആണ് കിട്ടുന്നത്. പക്ഷേ ദിസ് പെർട്ടിക്കുലർ മാട്രിക്സ് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി 0. ഈ കോളം മാട്രിക്സ് 0 അല്ല. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് 0 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ പെർട്ടിക്കുലർ ഡിറ്റർമിനൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിംപ്ലിഫൈ ഇറ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് അങ്ങ് എടുത്താൽ മതി. ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പോൾ വി ഗോട്ട് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സിഗ്മ എന്നുള്ളത് ടേമും ഉണ്ട്, സിഗ്മ എക്സ് കോമ്പണൻറ്റ്, വൈ കോമ്പണൻറ്റ്, നോർമൽ സ്ട്രെസ്സസ്, ഷിയർ സ്ട്രെസ്സസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഇതിന് നമ്മൾ I എന്ന് കൊടുത്തു, I1 എന്ന് കൊടുത്തു, ഇതിന് I2 എന്ന് കൊടുത്തു. ജസ്റ്റ് ഫോർ റൈറ്റിംഗ് ദ ഇക്വേഷൻ പ്രിസൈസ്ലി I1 I2 എന്ന് കൊടുത്തു, I3 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടി. സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0. സോ ഇവിടെ സിഗ്മ ടേം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഏത് ഫോമാണ്? ഇറ്റ്സ് എ ക്യൂബിക് ഇക്വേഷൻ. അപ്പോൾ ക്യൂബിക് ഇക്വേഷൻ വരുമ്പോൾ സിഗ്മ തേർഡ് ഓർഡർ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് സിഗ്മയ്ക്ക് എത്ര വാല്യൂ കിട്ടും? സിഗ്മയ്ക്ക് നമുക്ക് 3 വാല്യൂ കിട്ടും. സിഗ്മ 1 എന്നും സിഗ്മ 2 എന്നും സിഗ്മ 3 എന്നും 3 വാല്യൂ കിട്ടും. അപ്പോൾ ഈ 3 വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അതേപോലെ ഈ I1 I2 I3 they are known as the stress invariance. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കുക. ഈ I1 I2 I3 എന്ന് നമ്മൾ പറയുന്ന സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ദിസ് ഇസ് ആക്ച്വലി I എന്ന് പറയുമ്പോൾ ഇൻവേരിയൻസ് എന്ന് പറയാൻ കാരണം ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ നോർമൽ ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ്സസ് അലോങ് ദ ലോഡിംഗ് ഡയറക്ഷൻ. ആ ലോഡ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള സ്ട്രെസ്സസ് ആണിത്. സിഗ്മ എന്ന് പറയുമ്പോൾ ഏതോ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ, ഒരു പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ആകുന്ന സ്ട്രെസ്സാണ് സിഗ്മ. സോ ദാറ്റ് ഇസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. 3 എണ്ണം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് 3 നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ദിസ് ഇസ് എ തേർഡ് ഓർഡർ ഇക്വേഷൻ, ഒരു ക്യൂബിക് ഇക്വേഷനാണിത്. അപ്പോൾ ഇറ്റ് വിൽ ഹാവ് 3 സൊല്യൂഷൻ. സിഗ്മ 1 ഏതോ ഒന്ന് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഒന്ന് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും. സിഗ്മ 2 എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി എ മീഡിയൻ വാല്യൂ, ഒരു ആവറേജ് വാല്യൂ, മിഡിൽ വാല്യൂ ആയിരിക്കാം. സോ അതിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിൻ കണ്ടുപിടിക്കാം. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീറ്റ എന്ന ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് മുമ്പേ തീറ്റ എന്നുള്ള ആംഗിൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ആ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ദ പ്ലെയിൻ ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് 0 ഓർ ദെയർ നോൺ എ ഷിയർലെസ് പ്ലെയിൻ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ കാണുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, പ്രിൻസിപ്പൽ പ്ലെയിനിൽ എന്ത് കാണില്ല? ഷിയർ സ്ട്രെസ് കാണില്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ ഒരു കോമ്പോണൻറ്റ്, ഒരു സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് വെച്ചോളൂ, ആ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഈ ഒരു പ്ലെയിൻ തീറ്റ എന്ന ആംഗിളുള്ള ഒരു പെർട്ടിക്കുലർ പ്ലെയിനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. ഈ പ്ലെയിനിലാണ് ഷിയർ സ്ട്രെസ് ഇല്ലാത്തത്. പക്ഷേ ഈ പർട്ടിക്കുലർ കോമ്പോണൻറ്റ്, ഈ റെക്റ്റാങ്കുലർ കോമ്പോണൻറ്റിൽ ഇതേപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് മേ ബി ദർ. ഒരു തീറ്റ എന്നുള്ളൊരു തീറ്റ 1 തീറ്റ 2 ഒരുപാട് പ്ലെയിൻസ് നമുക്കിവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്ലെയിനിൽ വിൽ ഹാവ് എ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്. അതിലേതോ ഒരു പ്ലെയിനിൽ നമുക്ക് ആ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. സോ ആ മാക്സിമം ഷിയർ സ്ട്രെസ് വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് കുഡ് ബി
related to this equation, this principal stresses. ഈ സിഗ്മ 1 എന്നുള്ള മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും സിഗ്മ 3 എന്നുള്ള മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, സ്മോളസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ബൈ 2, അതാണ് മാക്സിമം ഷിയർ സ്ട്രെസ്. സോ ദിസ് ഇസ് ഓൾസോ വാട്ട്, ഇറ്റ്സ് ആൻ അസംഷൻ. ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം ആ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി. പ്രിൻസിപ്പൽ പ്ലെയിനിൽ മാത്രമേ മാക്സിമം ഷിയർ സ്ട്രെസ് ഇല്ലാതുള്ളൂ, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലെയിൻസിലൊക്കെ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കാം, ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ കാണണമല്ലോ. എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി സബ്ജക്റ്റഡ് ടു ഷിയർ ലോഡിങ്. അപ്പോൾ ഷിയർ ലോഡിങ്ങിൽ സബ്ജക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ദിസ് വിൽ ഹാവ് ഷിയർ സ്ട്രെസ്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഏതോ പ്ലെയിനിൽ നമുക്ക് ഷിയർ സ്ട്രെസ് വിൽ ബി ദെയർ. ആ ഷിയർ സ്ട്രെസ്, ആ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇസ് ഇക്വേറ്റഡ് ടു ദിസ്, ദാറ്റ് ഇസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3/2. സോ ഇതുവരെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സോ അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് സ്ട്രെസ് ഇൻവേരിയൻസ് എന്നുള്ളതാണ്. ഈ സ്ട്രെസ് ഇൻവേരിയൻസ് ദാറ്റ്സ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡിങ് അലോൺ എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. ആ 3 ഡയറക്ഷനുള്ള ലോഡിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻവേരിയൻസ്. നമ്മൾ ആ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. ഇക്വേഷനിലുള്ള ടേംസ് തന്നെയാണ് സ്ട്രെസ് ഇൻവേരിയൻസ്. നമ്മളതൊന്നും എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. അത് ഇവിടെയുള്ള I1, I2 ആൻഡ് I3, ആ 3 നമ്മളിങ്ങ് എടുത്ത് എഴുതി. സോ സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതങ്ങെടുത്ത് എഴുതിയാൽ മതി. പക്ഷേ പ്രിൻസിപ്പൽ പ്ലെയിൻ വെച്ച് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ മാത്രം നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇൻവേരിയൻസ് അലോങ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് നോക്കുകയാണെങ്കിൽ എന്ത് 0 ആയിരിക്കും? ഷിയർ സ്ട്രെസ് കോമ്പോണൻസ് വിൽ ബി 0. ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് കോമ്പോണൻസ് വിൽ ബി 0. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. നമുക്കിവിടെയുള്ള ഷിയർ സ്ട്രെസ്സിനെ എല്ലാം അങ്ങ് 0 ആക്കിയാൽ മതി. ബേസ്ഡ് ഓൺ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നോക്കുകയാണെങ്കിൽ, ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ, എഗെയിൻ നമ്മൾ നേരത്തെ മോഡിഫൈ ചെയ്ത് എഴുതിയത് തന്നെയാണ്, ഇതും നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതിയത് തന്നെയാണ്. പക്ഷേ എന്തുവാണിത്, നമ്മുടെ ബേസിക് സ്ട്രെസ് ടെൻസറിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. പക്ഷേ അത് ഒരിക്കൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇല്ലാത്തത്, അവിടെ ഷിയർ സ്ട്രെസ് അവിടെ ഇല്ല. അപ്പോൾ വി ക്യാൻ ജസ്റ്റ് ഇക്വേറ്റ് ദ ഷിയർ സ്ട്രെസ് വാല്യൂസ് ടു 0. അപ്പോൾ ഈ ടേംസ് ഒക്കെ നമുക്ക് പോകും. ഷിയർ സ്ട്രെസ് 0 എന്ന് പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ എന്താവും? ദീസ് ടേംസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഈ ടേംസ് ഒക്കെ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. സോ അങ്ങനെ നോക്കുമ്പോൾ വിൽ ഗെറ്റ് I1 ഈക്വൽ ടു സിഗ്മ XX പ്ലസ് സിഗ്മ YY പ്ലസ് സിഗ്മ ZZ. സോ ഒരു ചെറിയ അസംഷൻ കൂടെ അവിടെ ഇതൊക്കെയാണ്. ആ XY പ്ലെയിൻ തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നുള്ള അസംഷൻ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഇല്ലാത്തത്, നമുക്കിപ്പോൾ ഷിയർ സ്ട്രെസ് ഇല്ല. അപ്പോൾ XYZ എന്നുള്ള പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഇല്ലെങ്കിൽ ആ പ്ലെയിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിക്കാം. സോ ജസ്റ്റ് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഒരു റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് ദ സിഗ്മ വാല്യൂസ്, പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനും ഇൻവേരിയൻസിനും ആ ഒരു റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇല്ലാത്ത പ്ലെയിനാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് റീറൈറ്റ് ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. 3 എണ്ണം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, ദാറ്റ് ഇസ് സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ I2 എന്ന് പറയുമ്പോൾ that will be sigma XX, sigma YY, sigma YY, sigma ZZ, sigma ZZ, sigma XX. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കതിനങ്ങ് സിഗ്മ XX പകരം 1 എന്ന് കൊടുക്കാം. മാക്സിമം സിഗ്മ 2 YYക്ക് 2, ZZന് 3. സോ അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഇവിടെയും അതേപോലെ സിഗ്മ XX സിഗ്മ 1 എന്ന് കൊടുക്കാം, സിഗ്മ YYക്ക് സിഗ്മ 2 എന്ന് കൊടുക്കാം, സിഗ്മ ZZന് സിഗ്മ 3 എന്ന് കൊടുക്കാം. ഈ അസംഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചോളുക. ദിസ് ഇസ് ആക്ച്വലി സ്ട്രെസ് ഇൻവേരിയൻസ് ഇൻ ദ ടേംസ് ഓഫ് ലോഡിങ് ഡയറക്ഷൻ സ്ട്രെസ്സസ്. നമ്മൾ X ഡയറക്ഷൻ ലോഡാണ്, ആ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രെസ് കോമ്പോണൻസ് സിഗ്മ XX ഡയറക്റ്റ് ആയിട്ടുള്ള X കോമ്പോണൻറ്റ് സ്ട്രെസ്സസ് ആണിത്. പക്ഷേ നമ്മളതിനെ റീറൈറ്റ് ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അങ്ങനെ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സ്ട്രെസ് ഇല്ലാത്ത പ്ലെയിനാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ? ഷിയർ സ്ട്രെസ് ഇല്ലാത്ത പ്ലെയിനാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഷിയർ സ്ട്രെസ്സിന് 0 എന്നങ്ങ് കൊടുത്താൽ, സോ ഇതേ സ്ട്രെസ്സസ് വിൽ കറസ്പോണ്ട് ടു വാട്ട്? ദ സ്ട്രെസ്സസ് ഓൺ ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രെസ് ഇൻവേരിയൻ്റ് ഇക്വേഷനിൽ നോർമൽ സ്ട്രെസ്സസ് മാത്രമേ ഉള്ളൂ, ഷിയർ സ്ട്രെസ്സസ് ഇല്ല. ഓക്കെ, സോ നമ്മൾ ആ ഇക്വേഷനിൽ അറൈവ് ചെയ്തു. ഇനി ഒരു പ്രോബ്ലമാണ്, ഇത് വെച്ച ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ്. So the state of stress at a point is given by the component sigma x equal to 12.31, sigma y equal to 8.96 and sigma z equal to 4.34, tau xy equal to 4.20, tau yz equal to 5.27 and tau xz equal to
0.84. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ അതാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്ട്രെസ്സസ് ഏതാണെന്ന് നോക്കിയാൽ ഡയറക്റ്റ് ലോഡിംഗ് സ്ട്രെസ്സസ് ആണ്. എക്സ് ഡയറക്ഷൻ, വൈ ഇസഡ് ഡയറക്ഷൻ നമ്മുടെ നോർമൽ ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന ജസ്റ്റ് ആ സ്ട്രെസ്സസ്. സോ ഇതിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെ നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വേണമെങ്കിൽ നമുക്കൊരു മാട്രിക്സ് ഫോമിൽ ഇട്ട് അങ്ങ് എഴുതാം. സിഗ്മ എക്സ്, എക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചോളുക. നമ്മൾ നോർമലായിട്ട് സിഗ്മ എക്സ് എക്സ് എന്ന് പറയും. അതിൻ്റെ റീസൺ നമ്മൾ കണ്ടതാണ്. ഡയറക്ഷൻ എക്സ് എന്നുള്ള ആക്സിസിലുമാണ്, അതിൻ്റെ ഡയറക്ഷനും എക്സ് ഡയറക്ഷനിലുമാണ്. ആ പ്ലെയിനും എക്സ് പ്ലെയിനും എക്സ് ആക്സിസും. അങ്ങനെയാണ് നമ്മൾ ഈ സിഗ്മ എക്സ് എക്സ് എന്ന് എഴുതിയത്. പക്ഷേ അങ്ങനെ എക്സ് എക്സ് എന്ന് ഇടാതെ ചില ബുക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിൽ ജസ്റ്റ് യൂസ് സിഗ്മ എക്സ് എന്നുള്ളത് മാത്രമേ യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ സിഗ്മ വൈ ഓർ സിഗ്മ ഇസഡ് എന്ന് മാത്രമേ യൂസ് ചെയ്യൂ. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതൊക്കെ ആണെങ്കിൽ സിഗ്മ എക്സ് എക്സ് എന്നൊക്കെയാണ് യൂസ് ചെയ്തത്. അതൊരു പ്രശ്നമല്ല, അത് ബോത്ത് ആർ സെയിം, അത് ഓർത്ത് വെച്ചാൽ മതി. ഈ നോർമൽ സ്ട്രെസ്സസ് ഈ വൈ ഇസഡ് അങ്ങനെ ഇടണമെന്ന് ആവശ്യമില്ല. നമ്മളങ്ങനെ ആ നൊട്ടേഷൻ അങ്ങ് പ്രാക്ടീസ് ചെയ്തതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ച് വയ്ക്കുക. അവരെല്ലാം ഒന്ന് തന്നെയാണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാലും സിഗ്മ എക്സ് എക്സ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിലോ നിങ്ങളുടെ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള KT യൂണിവേഴ്സിറ്റി എക്സാമിൽ വരുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എക്സ് എക്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, എക്സ് എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും തോന്നണ്ട. നോർമൽ സ്ട്രെസ്സിന് നമുക്ക് രണ്ടും കാണിക്കണമെന്നില്ല. ഷിയർ സ്ട്രെസ്സിനാണ് നമ്മൾ രണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ആ മാട്രിക്സിലോട്ടൊന്ന് എടുത്തെഴുതുക. ജസ്റ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ്. ഒരു നെസസിറ്റി അല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. സോ ഇവിടെ സ്ട്രെസ് ഇൻവേരിയൻസ് I1ൻ്റെ ഇക്വേഷൻ ബേസ്ഡ് ഓൺ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് ടോ എക്സ് വൈ ടോ വൈ ഇസഡ് ടോ എക്സ് ഇസഡ്. സോ ഇതെല്ലാം മെഗാ പാസ്കലാണ് കേട്ടോ. അതിൻ്റെ യൂണിറ്റ് മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? MPa ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്ടൺ പെർ mm². സോ നമുക്ക് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ആദ്യം കണ്ടതാണ്, മെഗാ പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ mm². ന്യൂട്ടൺ പെർ mm², അതൊന്ന് ഓർത്ത് വെച്ചേക്കൊള്ളുക. രണ്ടും ഒന്ന് തന്നെയാണ്, മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm², രണ്ടും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടതാണ് അതൊക്കെ. സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ അങ്ങ് എടുത്ത് എഴുതിയിട്ട് ആ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ എക്സ് എക്സ് 12.31, സിഗ്മ വൈ 8.96 ആൻഡ് സിഗ്മ ഇസഡ് എന്ന് പറയുമ്പോൾ 4.34. സോ വി ഗോട്ട് ദ വാല്യൂ ആസ് 25.61. സോ ഇതെല്ലാം മെഗാ പാസ്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റും യൂണിറ്റ് ഒന്ന് അതിൽ ഇട്ടോളുക, മെഗാ പാസ്കൽ എന്ന്. യൂണിറ്റ് മറക്കാതെ അതിൽ മെഗാ പാസ്കൽ എന്ന യൂണിറ്റ് അതിൽ ഇട്ടോളുക. സിമിലർലി I2 സ്ട്രെസ് ഇൻവേരിയൻ്റ് I2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് നേരത്തെ ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി, ഇക്വേഷൻ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇക്വേഷനിൽ എടുത്ത് എഴുതിയിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ കാണും. സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 156.49 മെഗാ പാസ്കൽ. അതേപോലെ I3 വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇതേ ഇക്വേഷൻ നമ്മൾ അങ്ങ് എടുത്ത് എഴുതുക, അല്ല വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ സിഗ്മ ഇസഡ് ഇസഡ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് എക്സും സിഗ്മ എക്സും എല്ലാം ഒന്ന് തന്നെയാണ്, അതിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്ത നൊട്ടേഷൻ അങ്ങ് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ സിഗ്മ ഇസഡ് ഇസഡ് മൈനസ് സിഗ്മ എക്സ് എക്സ് ടോ വൈ ഇസഡ് സ്ക്വയർ മൈനസ് സിഗ്മ വൈ ടോ ഇസഡ് എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഇസഡ് ടോ എക്സ് വൈ സ്ക്വയർ പ്ലസ് 2 ടോ എക്സ് വൈ ടോ വൈ ഇസഡ് ടോ ഇസഡ് എക്സ്. സോ ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ഡയറക്റ്റായിട്ട് തന്നെ അത് നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ തന്നെ അത് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂസ് ഇൻ ദിസ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ സ്ട്രെസ് ഇൻവേരിയൻസ് മെഗാ പാസ്കൽ. നമുക്കത് കിട്ടി. സോ I1 I2 I3 വാല്യൂസൊക്കെ നമുക്കിപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ I1 I2 I3 വാല്യൂ വെച്ച് നമുക്കിപ്പോൾ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വി ക്യാൻ യൂസ് ദിസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ട ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലുള്ള ഈ സിഗ്മ ക്യൂബ് തന്നെയല്ലേ നമ്മുടെ സിഗ്മ ക്യൂബ് സിഗ്മ സ്ക്വയർ, ഈ സിഗ്മ തന്നെയല്ലേ നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്.
തീർച്ചയായിട്ടും ഈ സിഗ്മയാണ് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂസ് കിട്ടും? സിഗ്മ 1, സിഗ്മ 2, അതേപോലെ സിഗ്മ 3. നമുക്ക് 3 വാല്യൂസ് നമുക്കിത് കിട്ടും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 വാല്യൂസും കിട്ടും. 3 വാല്യൂസും നമുക്ക് കിട്ടിയാൽ ഈ 3 വാല്യൂസാണ് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ നമുക്ക് I1 കിട്ടി, I2 കിട്ടി, I3യും കിട്ടി. സോ ഇത് മൂന്നും എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്താൽ ഇതിന് 3 സൊല്യൂഷൻ കിട്ടും. സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തുകൊള്ളുക. നിങ്ങളുടെ FX 991ES എന്നുള്ള കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ ഇക്വേഷൻ എന്നൊരു മോഡുണ്ട്. നിങ്ങൾ ആ മോഡ് എന്നൊരു ബട്ടൺ കാണും. ആ മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് അസ് മോഡിൽ ഇക്വേഷൻ, ആ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 5 എന്നായിരിക്കും നമ്പർ. മോഡ് എന്നൊരു ബട്ടൺ കാണും. നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ഇയറിൽ മാട്രിക്സ് ഒക്കെ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ മോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ആ മോഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നമ്പർ 5 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്നായിരിക്കും. ആ ഇക്വേഷനിൽ പോകാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് നമ്പർ 5 എന്നടിച്ചാൽ അതിൽ 4 എണ്ണം കാണും, 1 2 3 4 എന്ന്. സോ അതിൽ 1 2 3 4 എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ക്യൂബിക് ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. സോ AX³ + BX² + CX + D എന്നൊരു ഫോമിൽ നമുക്കവിടെ കാണും ക്യൂബിക് ഇക്വേഷൻ. അപ്പോൾ 4 ആണ് അതിൻ്റെ നമ്പർ. ആ 4 എന്ന് ടൈപ്പ് ചെയ്താൽ ABC എന്നുള്ള കോൺസ്റ്റൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. സോ ABC എന്നുള്ള കോൺസ്റ്റൻസ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ABC എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ കോൺസ്റ്റൻസ് AX³. അപ്പോൾ സിഗ്മ ക്യൂബാണ്. സിഗ്മയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട വാല്യൂ. X³ എന്ന് പറയുമ്പോൾ സിഗ്മയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പോൾ സിഗ്മയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? A ആണ്. അപ്പോൾ A is 1. അപ്പോൾ നിങ്ങൾ എയുടെ വാല്യൂ 1 എന്ന് കൊടുത്താൽ മതി. അതേപോലെ ബിയുടെ വാല്യൂ ചോദിക്കും. ബിയുടെ വാല്യൂ എന്ന് നോക്കിയാൽ BX². അപ്പോൾ സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് B. അപ്പോൾ ബിയുടെ വാല്യൂ നിങ്ങൾ 25.61 എന്ന് കൊടുത്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് സിയുടെ വാല്യൂ ചോദിക്കും. സോ സി എന്ന് വെച്ചാൽ എന്തുവാണ്? ഇറ്റ്സ് ആക്ച്വലി ദ കോഎഫിഷ്യൻ്റ് ഓഫ് സിഗ്മയുടെ കോഎഫിഷ്യൻ്റ് എന്ന് നോക്കിയാൽ സി ആണ്. സോ സി ഇസ് ഇവിടെ A എന്ന് പറയുമ്പോൾ 1 ആണ്. A1 അത് ഓർത്ത് വെച്ചോളുക. A1, B 25.61, C 156.49. അതേപോലെ ഡി എന്ന് വെച്ചാൽ ജസ്റ്റ് ആ വാല്യൂ അങ്ങ് കൊടുത്താൽ മതി. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മളങ്ങ് കൊടുത്താൽ മതി. അത് എത്രയാണ് ഇവിടെ? ടിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഈ 91.12 എന്നുള്ള ആ വാല്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിനെ നമുക്ക് സോൾവ് എന്ന് കൊടുത്താൽ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ഫോർ സിഗ്മ. 3 ആൻസർ നമുക്ക് കിട്ടും. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. സിൻസ് ഇറ്റ്സ് എ തേർഡ് ഓർഡർ ഇക്വേഷൻ, ഒരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് 3 സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. സോ അതിൻ്റെ വാല്യൂ നോക്കിയാൽ സിഗ്മ 1 16.42 MPa, സിഗ്മ 2 8.527 MPa, സിഗ്മ 3 0.66 MPa. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഈ ആൻസറിൻ്റെ കറക്റ്റ് ആണോ അല്ലയോ? ഈ ആൻസർ നമുക്ക് കിട്ടി. നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും സ്ട്രെസ് ഇൻവേരിയൻസും ഒക്കെ വെച്ച് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? സോ അതിനാണ് നമ്മുടെ ഇക്വേഷൻ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനും നമ്മുടെ സ്ട്രെസ് ഇൻവേരിയൻസിനും ഇടയ്ക്കുള്ള ഇക്വേഷൻ, അതിൻ്റെ റിലേഷൻഷിപ്പ് നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്ത ഇക്വേഷനാണ്. സ്ട്രെസ് ഇൻവേരിയൻസിനും പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനും ആ രണ്ടിനുമുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ത്? ഇത് കറക്റ്റാണോ അല്ലയോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഈക്വേഷനിലിട്ടങ്ങ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ I1 = സിഗ്മ 1 + സിഗ്മ 2 + സിഗ്മ 3. I1ൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക്? I1ൻ്റെ വാല്യൂ 25.61 ആണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ആഡ് ചെയ്താൽ ഈ 3 സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3 ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ 61ന് പകരം നമുക്ക് എത്ര കിട്ടി? 607. 607 റൗണ്ട് ചെയ്താൽ 61 തന്നെയാണ്. സോ അതേപോലെ ബാക്കി 2 I2, I3 രണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ചെക്ക് ചെയ്താൽ ഇതേ കറക്റ്റായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുകയാണോ എന്ന് നോക്കുക.
നമ്മുടെ I2 വാല്യൂ 156.49 I2 അത് കിട്ടുമെന്ന് നോക്കുക. അതേപോലെ തന്നെ I3 വാല്യൂ σ1 σ2 σ3 I3 വാല്യൂ നമുക്ക് എത്രയാണ് ഇവിടെ 91.12 ആണ്. സോ ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രോഡക്റ്റ് നമുക്ക് എത്ര കിട്ടുന്നു 92.41. സോ ചെറിയൊരു വ്യത്യാസം, അത് ±2 ഒന്നും ഒരു വലിയ കുഴപ്പമല്ല. സോ സിമിലർ നിയർലി സെയിം വാല്യൂസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് ആർ കറക്റ്റ്. സോ നമ്മുടെ കറക്റ്റ്നെസ് ഇക്വേഷൻ, നമ്മുടെ ആൻസറിൻ്റെ കറക്റ്റ്നെസ് നമ്മൾ ഈ ഇക്വേഷനിലിട്ട് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി.